ടോമാഞ്ചറി ആയിട്ട് രണ്ടുപേരും കൂടി എപ്പോഴും നോക്കിയാലും ഇടിയ രണ്ടും കൂടി സ്നേഹം കൊണ്ടാ. നിനക്ക് ഒന്ന് കെട്ടിയത് പോരെ? അലക്കുന്നുണ്ടോ? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് നിങ്ങൾക്ക് ഓൾറെഡി ടൈറ്റിലും തമ്മിലേക്കാണ്ട് മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ കൂടി എൻ്റെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ ഇത്. നമ്മുടെ ഫാമിലി എല്ലാവരും കൂടി എൻഗേജ്മെന്റ് റിംഗ് എടുക്കാൻ വേണ്ടി പോകുവാണ്. ഓൾറെഡി ഇപ്പം നമ്മുടെ ചാനലിൽ എൻഗേജ്മെന്റിന്റെ വിശേഷങ്ങളും വീഡിയോസ് ഒക്കെ തകർത്ത് നടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഊഹിക്കാനും പറ്റുമല്ലോ, റിംഗ് എടുക്കാൻ പോകുന്ന ഒരു വലിയ ദിവസം തന്നെയാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് ജസ്റ്റ് സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള റിംഗ് തന്നെയാണ്. പ്രോപ്പർ വെഡ്ഡിംഗ് റിംഗ് ആണ്, വെസ്റ്റേൺ സ്റ്റൈൽ വെഡ്ഡിംഗ് റിംഗ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതും ആൾക്ക് പ്ലാറ്റിനം ആണ് കേട്ടോ വേണ്ടത്. ആളും നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കാണെങ്കിലും ആളോട് മാച്ച് ചെയ്യുന്ന റിംഗ് എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അപ്പോൾ പോയി നോക്കാം. എന്തായാലും നമ്മുടെ ഫാമിലി എല്ലാവരും റെഡിയായി നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പോകാം വെഡ്ഡിംഗ് റിംഗ് എടുക്കാൻ. സോ ഗൈസ്, ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഞങ്ങളിതേ എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഡ്രൈവറും എൻ്റെ മാതാവും ഞങ്ങളെല്ലാരും കൂടി ഇന്ന് റിംഗ് എടുക്കാൻ വേണ്ടി പോവാട്ടോ. ഞങ്ങൾ എപ്പോഴും ഈ ഓർഡറിൽ തന്നെയാണ് എപ്പോഴും പുറകിലിരിക്കാറ്. വലിയ ആ സൈഡിലായിരിക്കും കേട്ടോ എപ്പോഴും. അതെ, പിന്നെ അതേ അമ്മക്കുട്ടി ഉണ്ട്, ഞാനും ഉണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് എൻ്റെ ഔട്ട്ഫിറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ 5 പേരും കൂടി വെഡ്ഡിംഗ് റിംഗ് എടുക്കാൻ വേണ്ടി പോകുവാണ്. ഞാനും അനന്തവും കൂടി ഇന്നലെ പോയിട്ട് വേണ്ട റിംഗ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവരെയും കൊണ്ട് 5 ജ്വല്ലറി കയറേണ്ടി വന്നേനെ. ഞങ്ങൾ ഇന്നലെ 5 ജ്വല്ലറി കയറിയിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിംഗും കാര്യങ്ങളൊക്കെ നോക്കിയത്. പ്ലാറ്റിനം ആണ് കേട്ടോ ആള് നോക്കിയത്. കാരണം ആളൊരു സിൽവർ പേഴ്സൺ ആണ്, ഗോൾഡ് പേഴ്സൺ അല്ല. അതുകൊണ്ട് സിൽവർ ഇഷ്ടമായതുകൊണ്ട് പ്ലാറ്റിനം നോക്കി. ഞാൻ ഗോൾഡും പ്ലാറ്റിനവും നോക്കിയിട്ട് ആളുടെ റിങ്ങിനായിട്ട് മാച്ച് ചെയ്ത രീതിയിലാണ് ഞാൻ നോക്കിയേക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഫസ്റ്റ് MG റോഡുള്ള ഒരു ജ്വല്ലറിയിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് കുറെ ഡിസൈൻസ് ഒക്കെ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം വേറൊരു ജ്വല്ലറിയിൽ ഞാൻ വേറൊരു റിംഗ് കണ്ടുവച്ചിട്ടുണ്ട്, അവിടെ പോവാന്ന് വിചാരിക്കുക. അമ്മോ, എന്താണ് ഷാരു എൻഗേജ്ഡ് ആവാൻ പോകുന്നത്? അയ്യോ അയ്യോ, മാത്രമല്ല നിനക്ക് പറയാം, എനിക്ക് സ്റ്റാർ ആവാൻ കിട്ടിയ ദിവസം അത് മാത്രമല്ല കേട്ടോ. അന്നത്തെ ദിവസം ഒരുങ്ങുക, ഇത്തിരി ഷോ ഒക്കെ കാണിച്ച് നടക്കുക, അടിച്ചു പൊളിക്കുക, അല്ലേ അമ്മോ? അങ്ങനെ തന്നെ വേണം. അതെ, അപ്പോൾ ഞങ്ങൾ ജ്വല്ലറി പോയിട്ട് ബാക്കി ഡിസൈൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. പിന്നെ എൻ്റെ ചേട്ടൻ ശരത് നന്ദകുമാറിന്റെ ഡ്രൈവിംഗ് സ്കിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ്. അപ്പൊ 1 2 3 ബി റോൾ. ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ജ്വല്ലറിയിലേക്ക് കാല് വയ്ക്കാൻ പോവാം. ഇവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളിനി വേറെ സ്ഥലത്തും കൂടി പോയി നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ജ്വല്ലറി. ഇതാണ് കേട്ടോ നമ്മൾ ഇന്നലെ വന്ന് നോക്കി വെച്ചിട്ടുള്ള റിങ്. ഇത് ഇഷ്ടപ്പെട്ടാമേ? പക്ഷെ എന്നോട് വേറെ ഓപ്ഷൻസ് നോക്കാൻ വേണ്ടിയല്ലേ പറഞ്ഞേ. പിന്നെ ഞങ്ങളത് നോക്കിയപ്പോഴത്തേക്കും ഈ റിങ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവർക്കും. പക്ഷെ ഇതൊരു ഡെയിലി വെയർ റിങ് പോലെ, നമ്മുടെ വെഡ്ഡിങ് റിങ് എന്ന് പറയാനില്ല. പ്രത്യേകിച്ച് ഇത് 27 ആണ്. ഇവർ രണ്ടുപേരും എനിക്ക് എടുത്ത് തരണം കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ വേണം. പിന്നെ വെഡ്ഡിങ് റിങ് കുറച്ചും കൂടി ഗ്രാംസ് വേണം എന്നാട്ടോ അമ്മ പറഞ്ഞത്, അല്ലേ അമ്മേ? എത്ര പവൻ എടുക്കണം സാധാരണ? കേൾക്കണില്ല, അരപ്പവൻ. ഇത് കാപ്പവനുള്ളതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്തായാലും നോക്കാം, വേറെയും കൂടി നോക്കാം. പക്ഷെ എനിക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താ, 2 വെഡ്ഡിങ് റിങ് എടുക്കാൻ. പക്ഷെ ഇത് ഒരു വെറൈറ്റി ഡിസൈൻ ആട്ടോ. ഇത് സ്പൈറൽ കൈൻഡ്. ഈ ഒരു റിങ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇതിൻ്റെ സൈസ് ഇല്ല. ഇത് ഇതേ അമ്മൂന് കറക്റ്റ് ആട്ടോ. വേണ്ട, ഒരു ആവശ്യമില്ല കേട്ടോ, അതെൻ്റെ നമ്മൾ ഈ ജ്വല്ലറിയിൽ നിന്ന് അടുത്ത ജ്വല്ലറിയിലേക്ക് പോകുക കേട്ടോ. കാരണം ഇവിടെ വെയിറ്റ് കുറവാണ്, സാധനങ്ങളൊക്കെ കാപ്പവനേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ടാർജറ്റ് എന്ന് വെച്ചാൽ അരപ്പവൻ്റെ ഒരു മോതിരം എടുക്കണം എന്നാട്ടോ. അപ്പോൾ നമുക്ക് ആ രീതിക്ക് നോക്കാൻ വേണ്ടി നമുക്ക് വേറൊരു ജ്വല്ലറിയിൽ പോകാം. MG റോഡിൽ തന്നെ നമ്മൾ കുറേ ജ്വല്ലറിയിൽ നിന്ന് കയറുമെന്ന് തോന്നണം. അപ്പോൾ നെക്സ്റ്റ് ജ്വല്ലറിയിലേക്ക് പോട്ടെ. അപ്പോൾ ഇതേ നമ്മൾ അടുത്ത ജ്വല്ലറി ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. എനിക്ക് അവിടെ കണ്ട ഡിസൈൻസ് ഒക്കെ ഇല്ലേ ഇഷ്ടപ്പെട്ടു. പക്ഷെ ചിലത് ഇഷ്ടപ്പെടണതിന് സൈസ് ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു 2-3 ആഴ്ചയൊക്കെ എടുക്കും വരുത്തിക്കാനായിട്ട് ഇവർക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു സമയത്ത് റഷ് ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ടിട്ട് നമ്മൾ ഉള്ളതിൽ നിന്ന് നല്ലത് നോക്കി സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡിസൈൻസും കാര്യങ്ങളും. സ്റ്റോൺ ഉള്ളതാട്ടോ നോക്കുന്നത്. നമ്മളെല്ലാവരും വെഡ്ഡിങ് റിങ് കൂടുതലും സ്റ്റോണൊന്നും ഇല്ലാണ്ട് പ്രോപ്പർ പ്ലെയിൻ ആയിട്ടുള്ളതായിരിക്കും നോക്കുന്നത്. പക്ഷേ എനിക്ക് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള റിങ് വേണം. പ്രോപ്പർ ഒരു വെസ്റ്റേൺ ലുക്കുള്ള റിങ് വേണം, അല്ലേ അമ്മക്കുട്ടി?
അങ്ങനെയാണ് കേട്ടത് എന്റെ കയ്യിൽ നിന്ന്. ഇതവിടെ കണ്ടത് നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞോ എനിക്ക് വേണമെങ്കിൽ മേടിച്ചു. ഒരാവശ്യമില്ല കേട്ടോ, നിന്റെ അത് കഴിഞ്ഞില്ലേ, നിന്റെ കഴിഞ്ഞില്ലേ? എവിടെ നിന്റെ വെഡിങ് റിങ്? എവിടെ നിന്റെ വെഡിങ് റിങ്? ഇല്ല, അമ്മ അവിടെ വെള്ളം കൊടുക്കണ കാര്യമൊക്കെ പറയുന്നുണ്ട്. വെഡിങ് റിങ് എന്ത് നിന്റെ? എന്നിട്ട് വേണ്ട, ഇതൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെയാണ്. എല്ലാവരും ആ ഒരു തൽക്കാലത്തേക്കുള്ള ഇടലേ ഉള്ളൂ കേട്ടോ. എനിക്കും അറിയാം, കാരണം നമുക്കറിയാവുന്ന ഓൾമോസ്റ്റ് ആൾക്കാരും റിങ് വീട്ടിൽ വെക്കുക ചെയ്യണം. നേരെ പോട്ടെ. ജ്വല്ലറി നമ്പർ 2. അടുത്ത ജ്വല്ലറിയിൽ എത്തിയിട്ടോ. ഇവിടെ ഞാൻ റിങ് നോക്കി വെച്ചിട്ടുണ്ട് അല്ലേ അമ്മോ? നമുക്ക് നോക്കാം. ഇവിടെ ഒരാളെ കൂടി കാണിച്ചു കേട്ടോ. നമ്മളിതേ ഒരാളെ കണ്ടുകിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹലോ, എന്തായിരുന്നു ഉദ്ദേശം? എന്താ ഉദ്ദേശം? റിങ് എടുക്കാൻ വേണ്ടി വന്നതാട്ടോ. അനന്ത് പ്ലാറ്റിനത്തിന്റെ റിങ് ഓൾറെഡി എടുത്തല്ലേ? എന്തെങ്കിലും പ്ലാറ്റിനൊക്കെ പിടിക്കുള്ളൂ. നമ്മൾ സാധാരണ ആൾക്കാർ ഗോൾഡാണ് നമുക്ക് ഇഷ്ടം അല്ലേ? I know that. എങ്ങനെയുണ്ട് ഇതിന്റെ സ്റ്റൈല്? ഇതിന്റെ അതിനകത്ത് എനിക്ക് ഈ ഫാഷൻ സെൻസ് ഒക്കെ കുറെ കിട്ടിയായിരുന്നു. അപ്പോൾ എൻ്റെ റിങ് നോക്കട്ടെ കേട്ടോ. ഇവർ സാധാരണ എന്താ ചെയ്യണമെന്ന് അറിയാം. രണ്ടുപേരും ഇതൊക്കെ കസേര കിട്ടിയ അവിടെ ഇരിക്കും. അമ്മ അവിടെ ഗോൾഡൊക്കെ നോക്കണ്ട കേട്ടോ. ഇവിടെ ഒരാളുണ്ട് മോനെ, എൻ്റെ അജിത് സേട്ടൻ. എന്താ ഈ സാധനം എന്താണെന്നറിയാമോ? ഞങ്ങൾ രണ്ടും എവിടെയുണ്ടോ അവിടെ ഉണ്ടാവും അല്ലേ? നടുക്ക്. അമ്മയുടെ അച്ഛൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി നടക്കണം. എനിക്ക് അജിത്തേടെ റിങ് നോക്കണം, എനിക്ക് കാണണമെങ്കിൽ. അപ്പൊ ഞങ്ങളിത് റിങ് നോക്കട്ടെ കേട്ടോ. അനന്തു സെലക്ട് ചെയ്ത റിങ് ഇതാണ് കേട്ടോ. പ്ലാറ്റിനത്തിൽ ഒരു സ്റ്റോൺ കാണാൻ പറ്റില്ല, സൂക്ഷിച്ച് നോക്കണം കേട്ടോ. പക്ഷെ രസമുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡിലെ ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. സുട്ട് ജീവിതകാലം മുഴുവൻ ഇത് നമുക്ക് വേണ്ടതാണ്. സൂക്ഷിച്ച് വെക്കണം കേട്ടോ. ചേട്ടാ പേര് നല്ല വെണ്ടയ്ക്ക് അക്ഷരത്തിൽ കേട്ടോ, ശരണ്യ എന്ന് പറഞ്ഞിട്ട് മുട്ടനായിട്ട് എഴുതണം. അപ്പോൾ ഇതാണ് അനന്തുവിൻ്റെ റിങ്. ഞാൻ ഇതാണ് ഇന്നലെ സെലക്ട് ചെയ്ത് വെച്ചത്. പക്ഷെ എനിക്ക് ഇന്ന് കുറച്ചും കൂടി നോക്കണം, എന്നാലും എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. കാരണം ഇത് 4 ജ്വല്ലറിക്ക് ഇറങ്ങിയിട്ടാണ് പ്ലാറ്റിനം കിട്ടിയത്. അപ്പം നമുക്ക് ഇതും നോക്കിയിട്ട് എടുക്കാം. ഇവരെല്ലാവരും എന്നെ കൂട്ടത്തോടെ കളിയാക്കണം. എന്തിനാ നിങ്ങൾ എന്നെ കളിയാക്കണം? ഞാനില്ലേ വല്ലപ്പോഴുള്ള റിങ്ങല്ലേ. പക്ഷെ അപ്പം അനന്ത് പറയായിരുന്നല്ലേ പാത്രം കഴുകണം, എന്തൊക്കെയാണ് മീൻ വെട്ടണം. പിന്നെ ഇല്ല, അതുകൊണ്ട് എന്താ ഇപ്പൊ ഇവര് പറഞ്ഞാൽ അറിയും. നീ ആ സമയം എനിക്ക് ജിമ്മിന് പോകണം. ജിമ്മിന് പോകും പകുതി സമയം ജിമ്മിലായിരിക്കുമല്ലോ, പണിയെടുക്കണ്ടല്ലോ. രാവിലെ ജിമ്മ്, ഉച്ചക്ക് ഡാൻസ്, വൈകുന്നേരം ഞാൻ വേണമെങ്കിൽ യോഗയ്ക്കൊക്കെ പോയി കളയും. അതെ, അതാണ് നിങ്ങൾ അറ്റാക്ക് ചെയ്തേട്ടെ എന്നെ കൊണ്ട് ഈ മനുഷ്യനെ അങ്ങനെ പണി കൊടുപ്പിക്കാൻ അല്ലേ? ഞങ്ങൾ പറയുമ്പോൾ പറയണേ ജസ്റ്റ് കിഡിങ്. അതെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ വ്ളോഗ് കാണാൻ നേരത്തെ അനന്ത് നിന്ന് അരയ്ക്കുന്നുണ്ടാവും, അലക്കുന്നുണ്ടാവും. എനിക്ക് ഓരോന്ന് സെലക്ട് ചെയ്ത് തരാം കേട്ടോ. കൊള്ളാമല്ലോ, ഇത് ഭയങ്കര തിന്നാണ് എന്തോ. പക്ഷേ സിമ്പിൾ സാധനം അല്ല, പക്ഷെ കൊള്ളാണ്ടോ. ഇത് ചില സെലക്ഷൻ ഉണ്ട്, എന്നെ സെലക്ട് ചെയ്തില്ല. ഭയങ്കര ഓവർ ചെയ്ത് ഭയങ്കര ജിൽജിലല്ലേ. നമുക്കിത് വേണ്ടട്ടോ. എന്തായാലും വേറെ നോക്കാം. കുറച്ച് ന്യൂട്രൽ ആയിട്ടുള്ള, എന്നാൽ തന്നെ ഓവർ ബ്ലിങ് ഇല്ലാത്ത. എനിക്കും വലിയ സമാധാനമായിട്ടാ വന്നപ്പോൾ തന്നെ മോതിരം സെലക്ട് ചെയ്ത് പോവാന്ന് അല്ലേ? പിന്നെ നിങ്ങൾക്ക് ജ്വല്ലറി വരെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, കാരണം കസേര ഉള്ളതുകൊണ്ട്. ഇവർക്ക് രണ്ടൊക്കെ എവിടെയും വന്നപ്പോൾ കസേര കണ്ടുപിടിച്ചിരിക്കണം. ഇതാണ് അമ്മക്കുട്ടിയുടെ. ഇത് എനിക്കെടുക്കാൻ വന്നല്ലേ? അനന്തോ എടുത്തു കൊടുക്കണ്ടല്ലേ ഈ പൂഞ്ഞാട്ടിക്ക്? ഞങ്ങളിവിടെ പൂഞ്ഞാട്ടിനെ പോലെ കേട്ടെ തോട്ടി കണ്ടിട്ടില്ലേ, ഒരു കുഞ്ഞു സാധനം പോണ മാനത്ത് കണ്ണി. ഒരു തരം മീൻ ഇത്രോളം. ഞങ്ങൾ എന്നോട് പണ്ട് ചൂണ്ടിടാൻ പോവായിരുന്നു. അപ്പൊ കാണുന്ന ഓരോ സാധനങ്ങളാ. സഹതാപം തോന്നി എടുത്തു തരും. കാണിച്ച ഡിസൈൻ ഇത് കൊള്ളാട്ടോ. പക്ഷെ നല്ല സൗണ്ട് ഇട്ടിട്ട് നല്ല ഭംഗിയാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ കാണിച്ചപ്പോ ഇവളെടുത്തതാണ് റിങ്. എടുക്കുമോ നീ? ഇപ്പൊ കാണിച്ചു വെക്കോ, എന്നിട്ട് പറയാം അടുത്ത ആനിവേഴ്സറിക്ക് ചേട്ടാ എനിക്ക് അത് വേണമെന്ന്. നമ്മളെ
എൻഗേജ്മെന്റ് റിംഗ് എടുക്കാൻ പോണ ഞാൻ കല്യാണം കഴിക്കാൻ പോണേ ഞാൻ കല്യാണം കഴിക്കാൻ പോണേ നല്ല കാര്യമല്ലേ നല്ല കാര്യമാണ് വെള്ളി ഇന്ന് വന്നപ്പോ തന്നെ നമുക്ക് റിംഗ് അങ്ങ് കിട്ടി അതുകൊണ്ട് വെള്ളിക്ക് സമാധാനം വീട്ടിൽ പോകാന്ന് വെള്ളിയുടെ ഒരൊറ്റ ലക്ഷ്യമുള്ള അവിടെ വീട്ടിലൊക്കെ കിടക്കാൻ കണ്ടില്ല അവിടെ AC ഇട്ട് കിടക്കണ വെള്ളിക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടപ്പെട്ടാ ഇവളെന്ന് ഇടയ്ക്ക് നോക്കി വെച്ചിട്ട് ഇവളുടെ റിംഗ് സ്വന്തം അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും സെലക്ട് ചെയ്തില്ലേ ആ സെയിം റിംഗ് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തത് വേറെ മാറ്റിയില്ലെന്ന് അത് തന്നെ എടുത്തത് പിന്നെ എനിക്ക് ഇന്നലെ അതൊക്കെ സെലക്ട് ചെയ്ത് തന്നത് നല്ല ഭംഗിയുണ്ടെന്നും പറഞ്ഞിട്ട് ആ റിംഗ് ശരിക്കില്ല ഇവര് ടോം ആൻഡ് ജെറി ആയിട്ട് രണ്ടുപേരും കൂടി എപ്പോഴും നോക്കിയാലും ഇടിയാ രണ്ടും കൂടി സ്നേഹം കൊണ്ടാ അമ്മയുടെ വീടിന്റെ അടുത്താ അപ്പോൾ നമ്മളിത് റിങ്ങൊക്കെ കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊസീജിയേഴ്സൊക്കെ അവർ ചെയ്യാൻ വേണ്ടി പോയേക്കുവാട്ടോ അതെന്താ സാധനം പോവാണോ അപ്പോൾ നിങ്ങൾ അപ്പോൾ പാക്കല്ല ചോദിച്ചാരെങ്കിലും ആ ബൈ ആനന്ദ് ബൈ ഐ മിസ് യു ചേട്ടൻ്റെ അമ്മൂന് ഇത് മേടിച്ചു കൊടുക്കാൻ പോട്ടെ ഈ സെറ്റ് എന്താടി നിനക്ക് ഒന്ന് കെട്ടിയത് പോരെ ആ ഒന്ന് കെട്ടിയതിന്റെ ക്ഷീണം ഇതുവരെ തീർന്ന അത് ഇങ്ങനെ ആഭരണങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആവാൻ വേണ്ടി അല്ലേ എന്താട്ടാ വേറെ കെട്ടി പോണ സമാധാനമൊന്നും പക്ഷെ ഇത് നല്ല ഡിസൈൻ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഇതാണ് അപ്പോൾ അനന്ത് സെലക്ട് ചെയ്ത റിങ്ങും ഞാൻ ഇതേ സെലക്ട് ചെയ്ത റിങ്ങും കേട്ടോ ഇതായിരിക്കും എൻ്റെ വെഡ്ഡിങ് റിങ് സൈഡിൽ വന്നിട്ട് പേര് വരും അനന്തു എന്നുള്ള രീതിയിൽ പ്ലാറ്റിനം ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലായിരിക്കും കേട്ടോ പേര് വരുന്നത് ഇത് ഇവിടെ ആയിട്ടായിരിക്കും പേര് വരുന്നത് അപ്പോൾ നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകണ്ട ആളുണ്ടേ കൂടെ പേരെന്താ ബ്രോ ഇർഫാൻ ബ്രോ ഉണ്ട് കേട്ടോ ഇർഫാൻ ബ്രോയും ഞാനും കൂടി പോയി നമ്മൾ ഗോൾഡൊക്കെ മെൽറ്റ് ചെയ്യണം കണ്ട് കൊള്ളായിരുന്നു അതെന്തായാലും നല്ല പ്രോസസ് ആട്ടോ അപ്പോൾ ഇതേ ഞങ്ങൾ പോയിട്ട് ബാക്കി ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കേട്ടോ നമ്മളങ്ങനെ നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ വെളിച്ചൻ പേയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് പിന്നില്ലേ ഇവിടെ കുറേ വെഡ്ഡിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ കണ്ടിട്ട് ഇഷ്ടം പോലെ ഉണ്ട് വെഡ്ഡിങ് ജ്വല്ലറിയും കാര്യങ്ങളും അല്ലേ എനിക്ക് എൻ്റെ കണ്ണ് പോയത് മുഴുവൻ ആൻറ്റിക് ജ്വല്ലറിയിലേക്കണം അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എൻ്റെ കല്യാണത്തിന് മിക്ക പറഞ്ഞാൽ ആൻറ്റിക് ജ്വല്ലറി ആയിരിക്കും എനിക്ക് മനസ്സിലാവുള്ള ഞാൻ എന്ത് പറഞ്ഞാലും സൈഡിൽ കൂടെ ഒരു വാലാണ് ഞാനും എനിക്കും വേണാവോ വേണോ ഞാൻ 20 പവന്റെ ഒരു സെറ്റാണ് കണ്ടുവെച്ചേക്കണേ എനിക്ക് അപ്പൊ എനിക്ക് നീ 100 പവനാണോ തന്നെ ഞാൻ ഒരു ഭയങ്കര സ്വർണം ഇഷ്ടപ്പെടുന്ന ആളൊന്നും അല്ല കേട്ടോ പക്ഷെ എനിക്ക് ജസ്റ്റ് ഒരു കുഞ്ഞു പീസുകളൊക്കെ നമുക്ക് പിന്നെയും ട്രഡീഷണൽ കൂടിടാൻ വേണ്ടിയുള്ള പീസുകളൊക്കെ നല്ല ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഇഷ്ടമാണ് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ രീതിക്കായിരിക്കും നമ്മൾ കല്യാണത്തിന് ഗോൾഡ് നോക്കണം കുറേ നേരത്തെ വെഡിങ് പർച്ചേസിന് ശേഷം ഞങ്ങൾ ഊട്ടിപ്പുരയിൽ വന്നേക്കോട്ടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ലോൺ ഫസ്റ്റ് ആട്ടോ അതുകൊണ്ട് അമ്മൂന് ലോൺ ഇല്ലാത്തതിന്റെ ആ ഒരു കുഷിപ്പാണ് ഇപ്പൊ തീർത്തത് അല്ലേ കുനാഫ മേടിച്ചാലോ ഇവിടെ ഫേവറേറ്റ് ആണ് കുനാഫ അറിയാണ്ടൊന്നും ഞാൻ സാത്താക്കി പോയിട്ട് കുനാഫ ഓർഡർ ചെയ്തേ പിന്നെ അമ്മൂനിപ്പോ കുനാഫ മാത്രം മതി ചേട്ടൻ എന്താ പറഞ്ഞ എന്ത് നൂഡിൽസ് സെഷൻ എന്താ വാക്ക് കിട്ടില്ല സെഷൻ നൂഡിൽസ് പറഞ്ഞിട്ടുണ്ട് സെഷൻ എന്താണ് പ്രൊണൗൺസിയേഷൻ അറിയില്ല കേട്ടോ അതിന്റെ പിന്നെ എന്റെ മാതാവിനാണ് ലോട്ടറി അടിച്ചത് അപ്പൊ ഹോമൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് തോന്നട്ടെ കാരണം വേറൊന്നുമല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ വല്ലപ്പോഴാണ് കയറുന്നത് അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ 4 പേരും പച്ചക്കറി കഴിക്കുന്നതാണ് പിന്നെ അതേ വെള്ളി ഇവിടെ എന്തും പോകും എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഊട്ടിരിക്കണം അപ്പൊ ഞങ്ങളൊക്കെ ഓരോ ഐറ്റം പറയട്ടെ വെള്ളിനെ കൊണ്ട് ഇപ്രാവശ്യം നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള മലായി കൊഫ്ത കഴിപ്പിക്കാൻ വേണ്ടി വന്നേക്കാണ് വലിയ മലായി കൊഫ്തയാണെന്ന് മേടിച്ചിട്ടുണ്ടോ അത് ഓക്കെ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ പാനിപ്പൂരി പറഞ്ഞിട്ടുണ്ട് ഇഡലി ഫ്രൈ പറഞ്ഞില്ല മോനെ കൊറേ ഫുഡായിട്ടാ പറഞ്ഞത് പിന്നെ വന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാൻ വിചാരിച്ചിട്ട് അപ്പൊ ഓർഡർ തരാൻ വേണ്ടി നമ്മുടെ ഫുഡ് ഓരോന്നായിട്ട് വന്നു സ്റ്റാർട്ടർ ആയിട്ട് നമ്മളിത് ഈ പാനിപ്പൂരി ആട്ടോ കഴിക്കുന്നത് പിന്നെ ഇതേ പനീർ ദോശ വന്നിട്ടുണ്ട് ചില്ലി ഗോബി ഉണ്ട് ഗീ റൈസ് വെള്ളിക്ക് അമ്മുദേ മസാല ദോശ പിന്നെ അതേ ചേട്ടൻ്റെ സെഷ്വാൻ നൂഡിൽസ് പിന്നെ ചേട്ടൻ പാനിപ്പൂരി കഴിക്കാൻ പോവാം കമോൺ ഒരു അംഗക്കളോ ഇട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ടേബിള്
ഫുഡ് എങ്ങനെയുണ്ടായി? എൻ്റെ അമ്മ ഇനി തൊട്ട് ഇങ്ങോട്ടേ വരുള്ളൂ, ഉറപ്പാണ് അല്ലേ? പോകാമോ? കുനാഫ മേടിച്ചു കൊടുക്കാത്തതിൻ്റെ കേട്ടോ അത്. ഊട്ടുപുരേന്ന് ഇറങ്ങിയിട്ട് നമ്മളെല്ലാവരും കൂടി കുനാഫ കഴിക്കാൻ വേണ്ടി പോവാട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോയിട്ട് പരിപാടി ഉള്ളതാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുനാഫ ശാപം കിട്ടുമെന്നുള്ളതുകൊണ്ട് ഇതിന് കുനാഫ മേടിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെ. എല്ലാവരും കുനാഫ അറിയാണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു പോയത്, ഒരു പ്രാവശ്യം കഴിപ്പിച്ചതാണ് കേട്ടോ. ഇപ്പം എനിക്ക് സമാധാനം ഉണ്ടായിട്ട് കുനാഫ എടുക്കാൻ ആക്രാന്തത്തോടെ പോണം അമ്മൂനെ കണ്ട. ഇപ്പം വരും മോനെ കുനാഫയും കൊണ്ട്. അതെങ്ങാനും വീണ് കഴിഞ്ഞാൽ അവള് പ്രാക്ക് കേൾക്കേണ്ടി വരും അവളുടെ. കണ്ട കുനാഫയും കൊണ്ട് വന്ന കണ്ട. എന്റെ പൊന്നെ, അതിന്റെ ഉള്ളിലോട്ടെങ്ങാനിപ്പോ നമ്മള് പോയിരുന്നെങ്കിൽ അരഞ്ഞു എത്താന്. കുനാഫേനായിട്ട് മല്ലിട്ട് കുടിക്കുന്ന എന്റെ കുടുംബം. അങ്ങനെ കുനാഫയോടുള്ള ഒരു വലിയ മത്സരത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അമ്മൂൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ കുനാഫ കഴിക്കണം, കുനാഫ കഴിക്കണം എന്ന് മാത്രമല്ല എപ്പോഴും കഴിക്കാറുണ്ട്. ഞാനാണ് അവളെ കൊണ്ട് ഓരോ അൽക്കുലത്തെ സാധനങ്ങൾ മേടിച്ചു കൊടുക്കണം. അപ്പോൾ ഞങ്ങളത് കഴിച്ചിട്ട് ഞങ്ങളിതേ തിരിച്ച് കാറിൽ കയറി വീട്ടിൽ പോകാൻ പോവാണ്. ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടോ. വന്ന വഴിക്ക് നല്ല മഴയായിരുന്നു, നല്ല ഇടി വെട്ടിയാട്ടോ മഴ പെയ്തത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റിങ്ങിൻ്റെ ആ ഒരു ഡിസൈനും അതുപോലെ തന്നെ അനന്തുവിൻ്റെ ആണെങ്കിലും റിങ്ങും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ ഇന്നലെ ഓൾറെഡി പോയി സെലക്ട് ചെയ്തിട്ട് ഇന്ന് പോയിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് പോയി സെലക്ട് ചെയ്തതാണ്. എനിക്ക് നാളെ ഫുൾ പേര് എഴുതി കിട്ടുമെന്നും പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഹാപ്പി എന്തായാലും. ഇപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ഫൺ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു എൻഗേജ്മെൻറ്റ് കണ്ടന്റ് ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.